ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ ഈ മലമുകളിലേക്ക് ഏകദേശം 2.5 മണിക്കൂർ കാൽനടയായി സഞ്ചരിച്ചാലാണ് നമ്മുടെ സുക്കൂൻ സ്കൂളിലെ ഈ വിദ്യാർത്ഥികളുടെ വീടെത്തിച്ചേരുന്നത്. കഥ പറയാം. സുക്കൂനിലെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ ക്ഷണപ്രകാരമാണ് അവരുടെ വീടു കാണാൻ ഇത്തവണ ഞാൻ കാശ്മീരിലെത്തിയിരിക്കുന്നത്. കുത്തനെയുള്ള ഈ മലയിലേക്ക് 2.5 മണിക്കൂർ തുടർച്ചയായി സഞ്ചരിച്ചെത്തണം. അവിടെ മരത്തടികളും കല്ലുകളും ചേർത്തുവെച്ച ഒറ്റമുറി വീടുകളാണ് ഇരുവരുടേതും. ഒരു രാത്രി അവിടെ അന്തിയുറങ്ങി തിരികെ മലയിറങ്ങാനാണ് പദ്ധതി. നടന്നു തുടങ്ങുകയാണ്. പ്രകൃതിയാകെ പച്ചപുതച്ചു കിടക്കുന്നു. ഇടയ്ക്ക് അരുവികളുണ്ട്, ശുദ്ധമായ നീരുറവകളുണ്ട്, കായ്ക്കനികളുമുണ്ട്. നമ്മുടെ സ്ട്രോബെറിയുടേതിന് സമാനമായ എന്നാൽ വളരെ ചെറിയ കാട്ടുപഴങ്ങൾ ഈ പാതയിലുടനീളമുണ്ട്. അത് പറിച്ചു തരികയാണ് ഈ കുട്ടികൾ. നല്ല വ്യത്യസ്തമായൊരു ടേസ്റ്റാണ്, ഒരല്പം മധുരമുണ്ട്. ബിസ്മില്ലാ. കാലുകൾ ഇടയ്ക്കിടെ വിശ്രമം ആവശ്യപ്പെടും. അവഗണിച്ചു മുന്നോട്ടു പോകാമെന്ന് മനസ്സു പറയും. പക്ഷേ ശരീരമാകെ അപ്പോൾ കാലുകളുടെ പക്ഷം പിടിക്കും. തോറ്റുകൊടുക്കുന്നതാണ് സൗന്ദര്യമെന്ന് നമുക്ക് പതിയെ ബോധ്യപ്പെടും. ഒരാൾക്ക് മാത്രം നടന്നു നീങ്ങാവുന്ന ഇടവഴികളാണ് മിക്കതും. ഇടയ്ക്ക് പച്ചപ്പട്ടുപോലെ പുൽപ്പരപ്പുകൾ എത്തിച്ചേരും. ഇരുഭാഗങ്ങളിലും നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചെടികളും മരങ്ങളും ഉണ്ടാകും. ആഹാ, മനോഹരം. ഈ പാതയിലുടനീളം ഞാൻ ആലോചിക്കുന്നത് ഇവിടുത്തെ ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ചാണ്. ആരും നട്ടുപിടിപ്പിച്ചതല്ലാത്ത മനോഹരമായ ചെടികളും വൃക്ഷങ്ങളും. സ്കൂൾ കാലഘട്ടത്തിലെ ഇലശേഖരണമൊക്കെ എൻ്റെ ഓർമ്മയിലേക്ക് ഇങ്ങനെ തികട്ടി വരുന്നുണ്ട്. നടന്ന് 1.5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. പതിയെ പല മനുഷ്യരെയും അവരുടെ ജീവിതങ്ങളും മരവീടുകളും കണ്ടു തുടങ്ങിയിരിക്കുന്നു. നിറച്ച ഗ്യാസ് സിലിണ്ടറുമായി മല കയറുന്ന ഗ്രാമീണരെ കണ്ടു. വീടെത്താൻ അവർക്ക് മറ്റൊരു മലയിലേക്ക് 5 മണിക്കൂർ സഞ്ചരിക്കണമത്രേ. ഈ മനുഷ്യരെന്തൊരു അത്ഭുതമാണല്ലേ. വീടുകൾക്ക് മുകളിൽ നിന്ന് ഞങ്ങളെ പലരും എത്തി നോക്കുന്നു. പുറത്തു നിന്ന് ഇവിടെ എത്തിയ ആദ്യത്തെ അതിഥികൾ ഒരു പക്ഷേ ഞങ്ങളായിരിക്കാം. യാത്രക്കിടയിലെ ക്ഷീണമകറ്റാനായി ഇവിടെ ഒരു ചായ സൽക്കാരം കുട്ടികൾ ഒരുക്കിയിട്ടുണ്ട്. നല്ല മോരും റൊട്ടിയും ഒപ്പം ചായയും. നമ്മൾ അങ്ങനെ നടന്ന് ശീലമില്ല എന്ന് ഇവർക്ക് അറിയാം. അതുകൊണ്ടാണ് ഇത് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. വഴിയിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്തിയാൽ എന്തായിരിക്കും എന്ന് ഒരു പ്രതീക്ഷയിലുള്ളത്. ഗുലാം, और कितना सफर है? 1 घंटे का सफर अभी और है. ഇനിയും 1 മണിക്കൂർ കൂടിയുണ്ട്. ഇടവഴികളും പുൽപ്പരപ്പുകളും പതിയെ കൊടുംകാടിന് വഴിമാറിയിരിക്കുന്നു. കരടികൾ വിഹരിക്കുന്ന നിബിഡ വനം ഇവിടെ ആരംഭിക്കുകയാണ്. സന്ധ്യ മയങ്ങുന്നതിന് മുൻപ് വീടെത്തിയില്ലെങ്കിൽ അപകടമാണെന്നാണ് കുട്ടികൾ പറയുന്നത്. 2 വർഷം മുമ്പൊരിക്കൽ ഇതുപോലെ മല കയറിയപ്പോഴാണ് ഇരുവരെയും ഞാൻ ആദ്യമായി കണ്ടുമുട്ടിയത്. സ്കൂൾ പഠനം പാതി വഴിയിൽ അവസാനിപ്പിച്ച കഥ കേട്ടാണ് ഞാൻ അവരെ ഹരിയാനയിലെ നമ്മുടെ സ്കൂളിലേക്ക് ക്ഷണിച്ചത്. ഇന്നവർ നമ്മുടെ കുട്ടികളാണ്. ഒടുവിലിതാ വീടെത്തിയിരിക്കുന്നു. റേഡിയോയിൽ നിന്ന് പരക്കുന്ന കാശ്മീരി ഗാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വല്യപ്പ എനിക്കൊരു ഗോജരി തലപ്പാവ് സമ്മാനിച്ചു. എൻ്റേത് അദ്ദേഹത്തിന്. വളരെ ചെറിയൊരു തനിനാടൻ കാശ്മീരി വീട്. അതിൻ്റെ മുകളിൽ സുപ്രവിരിച്ച് ഭക്ഷണവും. കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. ഈ മലകളെല്ലാം താണ്ടിയാണ് ഹരിയാനയിലെ നമ്മുടെ സുക്കൂൻ സ്കൂളിലേക്ക് വിദ്യാഭ്യാസം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടി ഈ വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ കാഴ്ചകളുടെ സൗന്ദര്യം ഞങ്ങളെക്കാളേറെ പ്രേക്ഷകരായ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. നിങ്ങളുടെ എല്ലാം പിന്തുണയിലാണ് നമ്മുടെ സുക്കൂൻ സ്കൂൾ ഇത്രയെങ്കിലും വളർന്നത്. ഒരു കുട്ടിയുടെയെങ്കിലും വിദ്യാഭ്യാസം നിങ്ങൾ ഏറ്റെടുക്കണം. വീണ്ടും കാണാം.